നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളത്തിന്റെ മോഹൻലാലിനെ അധിക്ഷേപിച്ച യൂട്യൂബർ ചെകുത്താനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലായിരുന്നു ചെകുത്താൻ ചാനൽ ഉടമ പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ സന്ദർശിച്ചതിന് എതിരെയാണ് അജു അലക്സ് ചെകുത്താൻ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയിരുന്നത്. മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശമെന്നും തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. ഇതിനു പിന്നാലെ മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ അമ്മ സംഘടന നടപടി സ്വീകരിച്ചില്ലെന്നാരോപിച്ച് AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ രംഗത്തെത്തിയിരിക്കുകയാണ്. മമ്മൂട്ടിക്കെതിരെ ഇതിലും ആയിരക്കണക്കിന് മടങ്ങ് അധിക്ഷേപമുണ്ടായെന്നും എന്നാൽ അന്ന് സംഘടന മൗനമായിരിക്കുകയായിരുന്നുവെന്നും അരുൺ ആരോപിക്കുന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു അരുണിന്റെ പ്രതികരണം. അതിന്റെ പൂർണ്ണരൂപം ഞാനിവിടെ വായിക്കാം. മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ AMMA ഭാരവാഹികളുടെ വിയോജിപ്പും പ്രതിഷേധവും രേഖപ്പെടുത്തുവാനാണ് ഈ കുറിപ്പ് ഇവിടെ ചേർക്കുന്നത്. സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് യൂട്യൂബർ ചെകുത്താൻ അജു അലക്സിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിനെ അധിക്ഷേപിച്ചതിന്റെ പേരിലാണ് അമ്മ നിയമ നടപടികൾ സ്വീകരിച്ചത്. ചെകുത്താൻ ഉപയോഗിച്ച വാക്കുകളോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അമ്മയോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സംഘടനയുടെ സ്ഥാപക നേതൃത്വത്തിന്റെ ഭാഗമായിരുന്ന ഇന്നും സംഘടനയുടെ സജീവ അംഗമായ മമ്മൂട്ടി എന്ന് ലോകമറിയപ്പെടുന്ന നടൻ 2 മാസമായി സോഷ്യൽ മീഡിയയിൽ ക്രൂരമായ അധിക്ഷേപത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. മത തീവ്രവാദിയായി വരെ ആ കലാകാരനെ ചില തൽപര കക്ഷികൾ സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിക്കുന്നു. മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, സിനിമയുടെ ഭാഗങ്ങൾ, ചിത്രങ്ങൾ എന്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നാലും അതിന് താഴെ ബോധപൂർവം തയ്യാറാക്കി ഒരു അജണ്ട നടപ്പിലാക്കും വിധമുള്ള കമന്റുകൾ കാണാം. അത് ഇപ്പോഴും തുടരുന്നു. തന്റെ അഭിനയ പ്രതിഭ കൊണ്ട് മലയാളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച മമ്മൂട്ടി എന്ന നടനു വേണ്ടി അദ്ദേഹം സജീവ അംഗമായ ഏക സംഘടന ഇതുവരെ ഒരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ല എന്നത് സഗൗരവം ചിന്തിക്കേണ്ടതാണ്. യൂട്യൂബർ ചെകുത്താനിൽ നിന്നും മോഹൻലാലിൽ ഉണ്ടായതിൽ നിന്നും ആയിരക്കണക്കിന് മടങ്ങ് അധിക്ഷേപമാണ് മമ്മൂട്ടി ഏറ്റുവാങ്ങിയത്. മമ്മൂട്ടിയെ മതത്തിന്റെ പേര് വരെ പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അമ്മ പുലർത്തിയ മൗനം സംശയകരവും പ്രതിഷേധാർഹവുമാണ്. ഈ ഘട്ടത്തിൽ അത് ശക്തമായ ഭാഷയിൽ ഇവിടെ രേഖപ്പെടുത്തുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.